ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ 42-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. മറ്റുള്ളവരെ ഭയന്ന് നാം എന്ത് ചെയ്യരുതെന്നാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്? ഓപ്ഷൻസ്: തിന്മ, പാപം, അനീതി. ഉത്തരം: പാപം. 2. ആരുടെ നിയമം പാലിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ, അത്യുന്നതൻ്റെ. ഉത്തരം: അത്യുന്നതൻ്റെ. 3. ആരെ കുറ്റം വിധിക്കുന്ന കാര്യത്തിൽ ലജ്ജിക്കേണ്ടതില്ലെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്? ഓപ്ഷൻസ്: സ്നേഹിതനെ, അപരാധനെ, ദുഷ്ടനായ ദാസനെ. ഉത്തരം: അപരാധനെ. 4. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: സ്നേഹിതരുടെ, കുടുംബക്കാരുടെ, സഹോദരന്മാരുടെ. ഉത്തരം: സ്നേഹിതരുടെ. 5. ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: കുട്ടികൾക്ക്, മക്കൾക്ക്, ദുശ്ശാഠ്യക്കാരിയായ പുത്രിക്ക്. ഉത്തരം: കുട്ടികൾക്ക്. 6. ആർക്കാണ് തക്ക ശിക്ഷ കൊടുക്കേണ്ടത്? ഓപ്ഷൻസ്: അഹങ്കാരിക്ക്, ദുഷ്ടന്, ദുഷ്ടനായ ദാസന്. ഉത്തരം: ദുഷ്ടനായ ദാസന്. 7. നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്ന് പ്രഭാഷകൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: ദുഷ്ടനായ ദാസനെക്കുറിച്ച്, അവിശ്വസ്തയായ ഭാര്യയെക്കുറിച്ച്. ഉത്തരം: അവിശ്വസ്തയായ ഭാര്യയെക്കുറിച്ച്. 8. താഴെ പറയുന്നവയിൽ ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: വിഡ്ഢിയെ, ദുഷ്ടനെ, അപരാധനെ. ഉത്തരം: വിഡ്ഢിയെ. 9. സ്വയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവൻ ആക്കുന്നത് ആര്? ഓപ്ഷൻസ്: മക്കൾ, മകൻ, മകൾ. ഉത്തരം: മകൾ. 10. മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിൻ്റെ എന്താണ് അപഹരിച്ചു കളയുന്നത്? ഓപ്ഷൻസ്: സ്വസ്ഥത, സമാധാനം, നിദ്ര. ഉത്തരം: നിദ്ര. 11. ആരെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ, അഹങ്കാരിയായ പുത്രിയെ, അവിശ്വസ്തയായ പുത്രിയെ. ഉത്തരം: ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. 12. ദുശ്ശാഠ്യക്കാരിയായ പുത്രി ആരുടെ മുന്നിൽ നിന്നെ അപമാനിതനാക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: നഗരത്തിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ, ജനമധ്യേ. ഉത്തരം: ജനമധ്യേ. 14. ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് എന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ ആരുടെ ഇടയിൽ ഇരിക്കുകയുമരുത് എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: സ്ത്രീകളുടെ, ദുഷ്ടരുടെ, ദുശ്ശാഠ്യക്കാരിയായ പുത്രിയുടെ. ഉത്തരം: സ്ത്രീകളുടെ. 15. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്താണ് വരുന്നത്? ഓപ്ഷൻസ്: അപമാനം, ലജ്ജ, ദുഷ്ടത. ഉത്തരം: ദുഷ്ടത. 16. ലജ്ജയും അപമാനവും വരുത്തുന്നത് ആര്? ഓപ്ഷൻസ്: ദുശ്ശാഠ്യക്കാരിയായ പുത്രി, സ്ത്രീ, അവിശ്വസ്തയായ ഭാര്യ. ഉത്തരം: സ്ത്രീ. 17. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമായിട്ടുള്ളത്? ഓപ്ഷൻസ്: പുരുഷൻ്റെ കുടിലത, പുരുഷൻ്റെ ദുഷ്ടത, പുരുഷൻ്റെ നന്മ. ഉത്തരം: പുരുഷൻ്റെ ദുഷ്ടത. 18. കർത്താവിൻ്റെ പ്രവർത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു? ഓപ്ഷൻസ്: വിശ്വാസം,
വചനം, സ്നേഹം. ഉത്തരം വചനം. 19. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ മഹത്വം. ഉത്തരം കർത്താവിൻ്റെ മഹത്വം. 20. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്കുപോലും അവർണ്ണനീയമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഓപ്ഷൻസ്: ദൈവഭക്തർക്ക്, വിശുദ്ധർക്ക്, ജ്ഞാനിക്ക്. ഉത്തരം വിശുദ്ധർക്ക്. 21. ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്ന സർവശക്തനായ കർത്താവ് വെളിപ്പെടുത്തുന്നതെന്താണ്? ഓപ്ഷൻസ്: നിഗൂഢ രഹസ്യങ്ങൾ, നിഗൂഢതകൾ, ദൈവമഹത്വം. ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. 22. സർവശക്തനായ കർത്താവിന് അജ്ഞാതമല്ലാത്തതെന്ത്? ഓപ്ഷൻസ്: ഒരു ചിന്തയും, ഒരു വാക്കും, നിഗൂഢ രഹസ്യങ്ങൾ. ഉത്തരം ഒരു ചിന്തയും. 23. സർവശക്തനായ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ലാത്തതെന്ത്? ഓപ്ഷൻസ്: ഒരു ചിന്തയും, ഒരു വാക്കും, നിഗൂഢ രഹസ്യങ്ങൾ. ഉത്തരം ഒരു വാക്കും. 24. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ലാത്ത കർത്താവിന് ആരെ ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: ഉപദേശകരെ, നിർദ്ദേശകരെ, ദുഷ്കർമ്മികളെ. ഉത്തരം ഉപദേശകരെ. 25. അഭികാമ്യമായിട്ടുള്ളതും കാഴ്ചയ്ക്ക് ദീപ്തമായിട്ടുള്ളതും എന്താണ്? ഓപ്ഷൻസ്: അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ മഹത്വം. ഉത്തരം അവിടുത്തെ പ്രവൃത്തികൾ.